ധോണി കോർമയിൽ നിന്നും PT-7 താഴെയിറക്കാൻ ശ്രമിച്ചപ്പോൾ ഉച്ചയോടെ മയക്കുവെടി വെക്കാനാകുമെന്നാണ് ദൌത്യസംഘം ആദ്യം കരുതിയത്. എന്നാൽ ചപ്പാത്തിലെത്തിയ PT-7 ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൌത്യം ദുഷ്കരമായിരിക്കുകയാണ്. ധോണിമലയുടെ എതിർവശത്ത് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. എനിക്ക് പുറകിൽ കാണുന്ന മലനിരകളാണ് ധോണി വനമേഖല. ഇന്ന് രാവിലെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്നത് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ രണ്ട് മലകൾ മുൻവശത്ത് കാണാൻ കഴിയും. ഒന്ന് ഉയരം കൂടിയ മലയും മറ്റൊന്ന് അതിനേക്കാൾ ഉയരം കുറഞ്ഞ മലയും. അതിന് നടുക്കായി നിബിഡ വനങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശവുമാണ് ഇതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വനം വകുപ്പ് രാവിലെ 6 മണിക്ക് അവരുടെ ദൗത്യസംഘം പോകുന്ന സമയത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ RRT സംഘം ഉണ്ടായിരുന്നു. അതിന് പുറമെ ദൗത്യസംഘം വയനാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദൗത്യസംഘം പോകുന്ന സമയത്ത് ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയിരിക്കുന്ന കോർമ അരിമണി ഭാഗത്തായിരുന്നു PT-7 നിലയുറപ്പിച്ചിരുന്നത്. അന്ന് അപ്പോൾ PT-7നോടൊപ്പം ഒരു കൊമ്പൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ആ കൊമ്പനെ PT-7 നിന്നും മാറ്റാൻ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും ദൗത്യസംഘം നേരെ PT-7 താഴത്തേക്ക് കൊണ്ടുവന്ന സമയത്താണ് വലിയ പ്രതീക്ഷ നൽകിയത്. ഇന്ന് തന്നെ ദൗത്യം, അതായത് ഉച്ചയ്ക്ക് മുമ്പായി ദൗത്യം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വനം വകുപ്പിനുണ്ടായിരുന്നത്. എന്നാൽ ചപ്പാത്ത് എന്ന് പറയുന്ന ഇവിടെ നിൽക്കുന്ന രണ്ട് മലകളുടെയും മധ്യഭാഗത്തായി കാണുന്ന ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് ആന PT-7 എത്തുകയും പക്ഷെ അവിടെ നിന്ന് നേരെ വീണ്ടും അത് മുകളിലേക്ക് നടുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, മുകൾ ഭാഗത്തേക്ക് PT-7 കയറുകയും ചെയ്തു. ഇതാണ് ഈ ദൗത്യത്തെ വലിയ തോതിൽ ദുഷ്കരമാക്കി മാറ്റിയിട്ടുള്ളത്. കാരണം ഏറ്റവും ചെരിവായി നിൽക്കുന്ന സ്ഥലത്തും ഇത്രയും ഇടതൂർന്ന് മരങ്ങളുള്ള ഒരു സ്ഥലത്തും വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെ താഴത്തേക്ക് ഇറക്കി ഈ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനോട് സമീപത്ത് നിൽക്കുന്ന നമുക്ക് ഈ കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുന്ന അതിൻ്റെ മറുവശത്തുള്ള തൊട്ട് ചേർന്ന് നിൽക്കുന്ന നിരപ്പായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. കാട്ടിലേക്ക് വലിയുന്നു എന്നതിൻ്റെ പേരിൽ ഈ PT-7 പിടികൂടാനുള്ള ദൗത്യം ഉപേക്ഷിക്കരുത്. ഇന്ന് അത് നിർത്തിവെച്ചാൽ പോലും വരും ദിവസങ്ങളിൽ തുടരുകയും PT-7 പിടികൂടി കൂട്ടിലടയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ധോണിയിലെ കാട്ടാന PT-7 പിടികൂടാനുള്ള ഇന്നത്തെ ദൌത്യം ഉപേക്ഷിച്ചു. ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതും ഭൂപ്രകൃതിയുമാണ് ദൌത്യത്തിന് പ്രതിസന്ധിയായത്. ദൌത്യസംഘത്തെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട സംഘാംഗങ്ങളെ പിൻവലിച്ചു. ട്രാക്കിംഗ് ടീമും ഡാർട്ടിംഗ് ടീമും 3 മണിവരെ കാട്ടിൽ തുടരും. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, എന്തായാലും ഈ ടീം കാട്ടിൽ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നിനി PT-7 പിടികൂടാനുള്ള ദൗത്യം ഇല്ലല്ലോ അല്ലേ? ഇനി നാളെ ആയിരിക്കും അല്ലേ സ്വാഭാവികമായും ഈ ദൗത്യത്തിലേക്ക് സംഘം കടക്കുക? രഞ്ജിനി, ഇന്നത്തെ ദൗത്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റീവ് രഞ്ജിത്ത് അല്പസമയം മുമ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. കാലാവസ്ഥ, അതായത് ചൂട് കൂടിയ അവസ്ഥയാണിപ്പോൾ. അത് ഈ ഒരു ദൌത്യത്തിന് തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ട്. രണ്ട് ഭൂപ്രകൃതി, കുത്തനെയുള്ള ചെങ്കുത്തായ മലനിരകൾ, ഇടതൂർന്ന മരങ്ങൾ, ഈ മേഖലയിലാണ് PT-7 ഇപ്പോൾ നിൽക്കുന്നത്. അത് കൂടുതൽ ഉൾവനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ദൌത്യത്തിന് മയക്കുവെടി വയ്ക്കുന്നതിന് തടസ്സമാണ്. ഇന്ന് രാവിലെ 10 മണി വരെ ദൌത്യസംഘത്തിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ അതൊരു കാണാവുന്ന ദൂരത്ത് തന്നെയായിരുന്നു PT-7 ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് സാഹചര്യങ്ങൾ മാറിയത്. തുടർന്ന് ഇപ്പോൾ ദൌത്യം അവസാനിപ്പിച്ചതായിട്ട് അധികൃതർ വ്യക്തമാക്കി. നാളെ ഈ ദൌത്യം വീണ്ടും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂടുതൽ സ്ഥലങ്ങളിൽ എവിടേക്കെല്ലാം ഈ ആന മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടറിഞ്ഞ് അവിടെ കൂടി ഈ ആനയെ തിരിച്ച് ഈ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആളുകളെ വിന്യസിക്കും എന്നാണ് ഫോറസ്റ്റ് കൺസർവേറ്റീവ് ഓഫീസർ അല്പസമയം മുമ്പ് പറഞ്ഞത്. ആളുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ കാത്തിരിപ്പിലായിരുന്നു, പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ ദൌത്യം അവസാനിപ്പിച്ചതിന് അവർക്കെല്ലാം തന്നെ നിരാശ ഉണ്ട്. പക്ഷേ ഇത് തുടരുന്നു, അല്ലെങ്കിൽ ഇതിനെ പിടികൂടുന്നവരെ ഈ ഒരു ഉദ്യമം നടത്തണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്നാണെങ്കിലും ഇന്നത്തെ ദൌത്യം ഉച്ചയോടെ സമാപിച്ചിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഈ PT-7 മയക്കുവെടി വെച്ച് തളയ്ക്കാനുള്ള ശ്രമം നാളെ രാവിലെ വീണ്ടും തുടങ്ങും. രഞ്ജിനി, CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും PT-7 ഇന്ന് പിടികൂടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അത്തരത്തിലുള്ള ഒരു മേഖലയിലാണ് PT-7 നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും ദൌത്യസംഘത്തെ ഇതിനോടകം പിൻവലിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നാളെ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കും. CV അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടുക്കിയിലേക്ക് പോകുമ്പോഴും സമാന സാഹചര്യമാണ്. ഇടുക്കിയിൽ നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് പകരം നാട്ടുകാർക്കെതിരെ കേസെടുക്കുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മൂന്നാറിലിറങ്ങിയ പടയപ്പെ പ്രകോപിപ്പിച്ചവർക്കെതിരെ കേസെടുത്തതിനെതിരെയാണ് പ്രാദേശികമായി വിമർശനം ഉയരുന്നത്.
പടയപ്പയ്ക്ക് നേരെ പ്രകോപനപരമായി ഹോൺ മുഴക്കി എന്നാരോപിച്ച് മൂന്നാർ കടലാർ സ്വദേശിയായ ടാക്സി ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വനം വകുപ്പ് കേസെടുത്തിരുന്നു. വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. തേയിലത്തോട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്ന ആന റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അതുവഴി കടന്നു പോകുകയായിരുന്ന വാഹനം തുടർച്ചയായി ഹോൺ മുഴക്കുകയായിരുന്നു. ടൂറിസത്തിന്റെ മറവിൽ ആനയെ പ്രകോപിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമം നടക്കുന്നതായാണ് വനം വകുപ്പിന്റെ വാദം. എന്നാൽ മാസങ്ങളായി ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്ന പടയപ്പയെ തുരത്താൻ വനം വകുപ്പ് ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ്. ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. ഇതുവരെ ജില്ല കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. പോസ്റ്റ് ഓഫീസ് മാർച്ചോ അതുപോലെ NH റോഡ് തടയലോ എന്നതിനപ്പുറത്തേക്ക് ഇനി ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങുകയാണ് എങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റോഡിലൂടെ ഇറങ്ങി നടക്കാത്ത രീതിയിലേക്കുള്ള ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിലിറങ്ങാൻ അനുവദിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്താൻ യൂത്ത് കേഡർമാരെ നിയോഗിക്കും. നാളുകളായി പടയപ്പ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ സജീവമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ പടയപ്പ അക്രമം നടത്തുന്നതും പതിവാണ്. ആനയിറങ്കൽ മേഖലയിൽ നാശം വിതയ്ക്കുന്ന ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ തുടങ്ങിയ ഒറ്റയാന്മാരെയും കാട്ടാനക്കൂട്ടങ്ങളെയും ഉൾവനത്തിലേക്ക് തുരത്താനും വനം വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്ത് MDMAയുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരം സ്വദേശിനി ഗ്രേസി ക്ലമന്റാണ് മരിച്ചത്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം MDMAയുമായി പിടികൂടിയത്. വീട്ടിലുണ്ടായിരുന്നവർ ഷൈനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഷൈനി മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ഇയാൾ പോലീസിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു ഇയാളുടെ ആരോപണം. വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രഖ്യാപനങ്ങളേറെയുണ്ടായിട്ടും മലങ്കരം ടൂറിസം കേന്ദ്രത്തിന്റെ വികസനം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അലംഭാവവും അവഗണനയും ഈ പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രം നേരിടുന്നുണ്ട്. പരിമിതികൾക്കിടയിലും ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയുടെ പ്രവേശന കവാടമായാണ് മലങ്കര ടൂറിസം ഹബ് അറിയപ്പെടുന്നത്. സ്വാഭാവിക ജലസ്രോതസ്സായ മലങ്കര ജലാശയത്തിന് ചുറ്റുമുള്ള ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായി നിരവധി ടൂറിസം പ്രോജക്റ്റുകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവയിൽ പലതും നടപ്പായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലങ്കരയ്ക്കും ഇടുക്കിക്കും വേണ്ടി 180 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചുവെന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. ഇതൊരു സ്വപ്നതുല്യമായ മലങ്കര ടൂറിസം പ്രദേശമാണ്. ഇപ്പോൾ 200 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്, ഒരു പ്രോജക്റ്റാണ് ഏറ്റവും അവസാനമായി മലങ്കര ടൂറിസവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രാരംഭഘട്ടം എന്ന നിലയിൽ എൻട്രൻസ് പ്ലാസ ഉൾപ്പെടെ ഈ ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ ബോട്ട് ജെട്ടിയൊക്കെ പണി പൂർത്തീകരിച്ചെങ്കിലും അതുപോലും ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല. സോളാർ ബോട്ട് സർവീസ്, അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കൽ, റെസ്റ്റിംഗ് ഷെഡ്, 3 കോടി രൂപ മുടക്കി നിർമ്മിച്ച എൻട്രൻസ് പ്ലാസയുടെ നവീകരണം, കൂടുതൽ സ്ഥലത്തേക്ക് ടൈൽ പാകൽ എന്നിങ്ങനെയുള്ള പദ്ധതികൾ അടിയന്തരമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല. മലങ്കര ഹബിന്റെ ജനറൽ കൗൺസിൽ അടിയന്തരമായി വിളിക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും അതും നടപ്പായില്ല. സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടുകൾ കേന്ദ്രീകരിച്ച് ജലവിഭവം, ടൂറിസം വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയിൽ മലങ്കരയെയും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആർക്കുമറിയില്ല. രാഷ്ട്രീയ ഇടപെടലുകളും എതിർപ്പുകളും മലങ്കര പദ്ധതി പൂർണ്ണമായും സ്തംഭിക്കാൻ ഇടയാക്കിയെന്നാണ് ആരോപണം. ന്യൂസ് 18 തൊടുപുഴ. വയനാട് തിരുനെല്ലി തൃശ്ശേരിയിൽ പത്രം വിതരണം ചെയ്യാൻ പോയ യുവാവിന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. തൃശ്ശേരി കുളിരാനിയിൽ ജോജിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. പത്രവിതരണത്തിന് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് തൃശ്ശേരി കറ്റാടി കവലയ്ക്ക് സമീപം വെച്ച് സംഭവമുണ്ടായത്. പന്നിയുടെ ആക്രമണത്തിൽ വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ ജോജിയെ നിലവിളി കേട്ടെത്തിയ ആളുകളാണ് രക്ഷിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. തൃശൂർ മതിലകത്ത് ടെമ്പോ ട്രാവലിന് തീപിടിച്ചു. 4 മാസമായി വാഹനം ഇവിടെ കിടക്കുകയായിരുന്നു. വാഹനത്തിന് തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്.
കോഴിക്കോട് പുതുപ്പാടിയിൽ ഹരിതകർമ്മ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ കൂട്ടിയിടുന്നതിനെതിരെ പ്രതിഷേധം. പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ഒരു വർഷത്തിലധികമായി വെസ്റ്റ് കൈതപ്പൊയിലെ പ്ലാന്റിൽ കുന്നുകൂടി കിടക്കുന്നത്. ഇവ നീക്കം ചെയ്യാതെ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ തീരുമാനം. പുതുപ്പാടി പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് ഈ കാണുന്നത്. ഒരു വർഷത്തിലേറെയായി മാലിന്യം നീക്കം ചെയ്യാറില്ല. ഇവിടെ ജോലി ചെയ്യുന്ന 24 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് എത്രയാണ് വീടുകളിൽ നിന്ന് കളക്ഷൻ കിട്ടുന്നത് അതിനനുസരിച്ച് ഇവിടുന്ന് ഞങ്ങളെ ശമ്പളം ഉണ്ടാവും. പിന്നെ എന്താ പറയുക, മാലിന്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്ന് റിജക്റ്റ് ഒന്ന് കയറ്റി പോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത്. കാരണം ഞങ്ങൾ റിജക്റ്റ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ അവിടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സെഗ്രിഗേഷൻ ചെയ്തിട്ടാണ് വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ അതുപോലും ഇട്ടുങ്ങാഞ്ഞിട്ട് ഇടാനുള്ള സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ റിജക്റ്റായ മാലിന്യങ്ങൾ നീക്കം ചെയ്തു തരിക. സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെയില്ല. വാഗ്ദാനം ചെയ്ത വേതനവും ലഭിക്കുന്നില്ല. പഞ്ചായത്ത് അധികൃതർ അയൽവാസികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നും ഈ രീതിയിൽ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു. 10 ലോഡ് വന്നാൽ 1 ലോഡ് പോലും കയറ്റാതെ ഈ പരിസരവാസികൾക്ക് എല്ലാവർക്കും മാലിന്യങ്ങൾ വാസനിച്ചിട്ടും പിന്നെ അങ്ങനെയുള്ള വലിയൊരു ഉപദ്രവം ഉള്ളൊരു രൂപത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് നിർത്തലാക്കുക. അതല്ലെങ്കിൽ ഇത് ഇവിടെയുള്ള മാലിന്യങ്ങൾ തീർത്തും കയറ്റിപ്പോയിട്ട് അതിൻ്റെ ശേഷങ്ങൾ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഒരു വിരോധമൊന്നുമില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് CPM നേതാക്കൾ സ്ഥലത്തെത്തുകയും പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ LDF ഭരണസമിതിയാണ് പ്ലാന്റ് നിർമ്മാണത്തിന് പണം അനുവദിച്ചതെന്നും പിന്നീട് വന്ന UDF ഭരണസമിതി ഫണ്ട് അനുവദിക്കാത്തതാണ് മാലിന്യം കുന്നുകൂടാൻ കാരണമെന്നും മുൻ പ്രസിഡന്റും CPM ലോക്കൽ സെക്രട്ടറിയുമായ PR രാഗേഷ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി എല്ലാ LDF സർക്കാരിൻ്റെ എല്ലാ പഞ്ചായത്തുകളും MCF എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിനും ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. ഇത് റവന്യൂ ഭൂമിയായിരുന്നു. അത് കളക്ടർ തീരുമാനപ്രകാരം പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഭൂമിയിൽ പദ്ധതി വെച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി അന്ന് നമ്മൾ ശേഖരിച്ച മാലിന്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഇവിടുന്ന് കയറ്റിപ്പോയതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇങ്ങോട്ട് കയറാനുള്ള വഴി വരെ എത്തിയിട്ടുണ്ട്. ഇനി 2 ലോഡും തട്ടിയ റോഡുമേലെത്തി. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. മാലിന്യ കൂമ്പാരം കാരണം തൊഴിലാളികളും സമീപവാസികളും പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 താമരശ്ശേരി. ശബരിമല തീർത്ഥാടനത്തിന് ശേഷം ശുചീകരണ പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കാനനപാതകളിൽ തീർത്ഥാടകർ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. തീർത്ഥാടന കാലത്ത് നിരവധി സേവനങ്ങൾ ലഭ്യമാക്കിയതിനു പുറമെയാണ് ശുചീകരണ പ്രവർത്തനവും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള 20ഓളം പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. മലപ്പുറം പുതുപ്പൊന്നാനിയിൽ വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഗുരുതര പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന ഇടുക്കി ചെറുതോണി സ്വദേശി ജോവിഷാണ് മരിച്ചത്. ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത്. ചെറുതോണി സ്വദേശികളായ 3 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. കൊല്ലം കൊട്ടാരക്കര നഗരസഭാ ചെയർമാനായി CPMലെ SR രമേശിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടുകളാണ് നേടിയത്. UDF V ഫിലിപ്പിന് 8 വോട്ടുകളാണ് ലഭിച്ചത്. LDF മുന്നണി ധാരണ പ്രകാരം നിലവിലെ ചെയർമാൻ A ഷാജു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിൽ നിന്നും BJP വിട്ടുനിന്നു. മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം. പഴകിയിറച്ചി പിടികൂടിയ സംഭവത്തിൽ കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ നിയമ നടപടിയുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. തെളിവില്ലാത്ത ആരോപണമാണ് നഗരസഭ ഉന്നയിച്ചിരിക്കുന്നതെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആരോപിച്ചു. കളമശ്ശേരിയിൽ പിടികൂടിയ പഴകി ഇറച്ചി വാങ്ങിയ ഹോട്ടലുകളുടെ പേര് പുറത്തുവിട്ട നഗരസഭയ്ക്കെതിരെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. തെളിവില്ലാത്ത ആരോപണമാണ് നഗരസഭ ഉന്നയിക്കുന്നതെന്ന് KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ പറഞ്ഞു. അസോസിയേഷന് കീഴിലെ ഹോട്ടലുകൾ സുനാമി ഇറച്ചി വാങ്ങിയിട്ടില്ലെന്നും ബില്ല് കിട്ടിയതുകൊണ്ട് മാത്രം തെറ്റുകാരെന്ന് ഉറപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിവിടെ നമുക്ക് മേടിക്കുന്ന റോ മെറ്റീരിയൽസ് ഏത് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്കറിയാം, സ്ഥാപനത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന മീറ്റിന്റെ ക്വാളിറ്റി നോക്കാനല്ലാതെ അവരെന്തെല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ മോശമായിട്ട് ഇറച്ചി വിൽക്കുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കില്ലല്ലോ.
അപ്പം നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട ചുമതല ഈ നഗരസഭയ്ക്കാണ്. ഈ നഗരസഭ എന്തുകൊണ്ട്, നഗരസഭ തന്നെ പറയുന്നത് മറ്റുള്ളവരെ പരാതി കിട്ടിയപ്പോഴാണ് അവിടെ പോയി അന്വേഷിച്ചതെന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനധികൃത സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂണുപോലെ വളരുമ്പോൾ അപ്പോഴെല്ലാം ഉറങ്ങിക്കിടക്കുന്ന നഗരസഭ ആരെങ്കിലുടെയും പരാതിയുടെ വെളിച്ചത്തിൽ അവിടെ നിന്ന് ഇറച്ചി അല്ലെങ്കിൽ മീറ്റ് ഐറ്റം പിടിച്ചെടുക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു പ്രഹസനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന ആ സമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പ്രസ്താവിതമായിട്ട് ഏതെങ്കിലും ഹോട്ടലുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നതിന് സംഘടന എതിരുമല്ല. പോലീസ് അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തിയ ശേഷം വേണമായിരുന്നു പേരുകൾ വെളിപ്പെടുത്താൻ. വിവാദത്തിന് പിന്നാലെ ഹോട്ടലുകളിലെ കച്ചവടം 40% കുറഞ്ഞെന്നും KHRA പറയുന്നു. കളമശ്ശേരിയിൽ അടച്ചുപൂട്ടിയ അനധികൃത കേന്ദ്രത്തിൽ നിന്ന് ഇറച്ചി വാങ്ങിയിരുന്ന 49 ഹോട്ടലുകളുടെ പട്ടികയാണ് നഗരസഭ പുറത്തുവിട്ടിരുന്നത്. കൊച്ചി നഗരത്തിലെ തിരക്കേറിയ നിരവധി ഹോട്ടലുകളും ഈ പട്ടികയിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊട്ടാരക്കര നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭയുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ആഹാരം പിടിച്ചത്. കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഗലീലി, റെഡ് വെൽവെറ്റ്, രുചി റെസ്റ്റോറന്റ്, പാൽനെറ്റോ, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ആദിത്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ആഹാരം പിടികൂടിയത്. കഴിഞ്ഞ തവണ നടത്തിയ പരിശോധനയിലും പഴകിയ ആഹാര വിൽപ്പന നടത്തിവന്നിരുന്ന ഹോട്ടലുകളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അവർക്കെതിരെ പിഴ ചുമത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പരിശോധന നടത്തിയത്. 35 വർഷത്തോളമായി പുലികളിയിൽ സജീവമായ കാസർഗോഡ് കുതിരക്കോട്ടെ P. നാരായണൻ ഇപ്പോൾ അംഗീകാരത്തിന്റെ നിറവിലാണ്. ജില്ലയ്ക്കകത്തും പുറത്തും പുലികളി അവതരിപ്പിച്ച പുലിനാരായണൻ എന്നാണ് ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഹിറ്റായ കോഴി ഡാൻസ് ആദ്യമായി അവതരിപ്പിച്ചതും നാരായണനാണ്. കരിമ്പുലി മുതൽ ചീറ്റപ്പുലി വരെ 3.5 പതിറ്റാണ്ടിലേറെയായി പുലിക്കളി രംഗത്ത് സജീവമാണ് നാരായണൻ. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നാരായണനും സംഘവും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ്, ദേശീയ ഗെയിംസ്, ഓണം വാരാഘോഷം എന്നിവയിലെല്ലാം നാരായണൻ സജീവമായിരുന്നു. കരകാട്ടം, യക്ഷഗാനം, ആവടിയാട്ടം, മയിലാട്ടം തുടങ്ങി 100-ലധികം കലാരൂപങ്ങൾക്ക് ആടയാഭരണങ്ങൾ ഉണ്ടാക്കാനും നാരായണൻ അറിയാം. വൈകിയെങ്കിലും ഇത്തവണ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാരായണൻ ഇപ്പോൾ. കുതിരക്കോട്ട് ആദിശക്തി എന്ന പേരിൽ പുലിക്കളി നാടൻ കലാകേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഹിറ്റായ കോഴി ഡാൻസ് ആദ്യമായി അവതരിപ്പിച്ചതും നാരായണനാണ്. 2010 ശേഷമാണ് ഞാൻ ഓഫീസെല്ലാം തുടങ്ങിയത്. അതുവരെ നമ്മൾ കളിക്കും, പ്രോഗ്രാം കളിയും, അയച്ചു വെക്കും, ഇതാവും. കോമൺവെൽത്ത് ഗെയിംസിന് പോയതിന് ശേഷം നമുക്ക് ഒരു ഓഫീസ് തുടങ്ങാന്ന് വെച്ച് അന്ന് നമ്മൾ ഒരു 10,000 രൂപയിൽ തുടങ്ങിയ ഇതാണ്. ഇപ്പോൾ 10-20 ലക്ഷത്തിൻ്റെ കോസ്റ്റ്യൂംസ് ഞാൻ അതിൽ തന്നെ ഈ കളിയിൽ തന്നെ ഉണ്ടാക്കി. ലക്ഷ്മിയാണ് ഭാര്യ. മക്കളായ മനോഹരൻ, ശോഭന, സുനിത എന്നിവരും കലാപരിപാടികളിൽ നാരായണനെ സഹായിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടാരക്കര റെയിൽവേ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയ സംഭവത്തിൽ പരിശോധന. 100 മീറ്ററിലധികം കയ്യേറിയതായാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ കയ്യേറിയില്ല എന്നും വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് സ്വകാര്യ വ്യക്തിയുടെ വിശദീകരണം. റെയിൽ ലൈൻ 736/6 സമീപമാണ് റെയിൽവേ സ്ഥലം കയ്യേറിയതായി കണ്ടെത്തിയത്. സ്വകാര്യ വ്യക്തി മണ്ണിട്ടതിനെ തുടർന്ന് റെയിൽവേ പോലീസ് കേസെടുത്തിരുന്നു. JCB ഉപയോഗിച്ച് ചാലുകൾ തെളിച്ചും റെയിൽവേ സർവേ കല്ലുകൾ മറയുന്ന തരത്തിൽ മണ്ണിട്ടും ജോലികൾ നടത്തിയിരിക്കുന്നതായാണ് കണ്ടെത്തിയത്. സ്വകാര്യ വസ്തു ഉടമയ്ക്കെതിരെ RPF കേസെടുക്കുകയും ചെയ്തു. എന്നാൽ റെയിൽവേ ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും നടത്തിയിട്ടില്ലെന്നും തന്റെ വസ്തുവിനോട് ചേർന്ന ഭാഗമായതിനാൽ വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് വസ്തു ഉടമയുടെ വിശദീകരണം. ഇവിടെ കൃഷി ചെയ്യാനല്ല, നിർമ്മാണ പ്രവർത്തനം എന്താ, വേണ്ട പുറമോട്ട് വേണ്ട പോത്ത് വളർത്തിയ ഷെഡ് കിടക്കുന്ന അന്ന് വെച്ച ഷെഡാണ്. ഈ വസ്തു മേടിച്ചപ്പോൾ ഉള്ള ഷെഡാണ്. അത് വീടാണ് എൻ്റെ തൊട്ട് ബാക്കിൽ. ഈ വസ്തുക്കളെല്ലാം അറിയാവുന്നതിൻ്റെ പേരിലാണ് ഞാൻ വസ്തു മേടിച്ചത്. ഒന്ന് കളച്ച് പിടിപ്പിച്ചതേ ഉള്ളൂ. സദേൺ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, പുനലൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.
കൊല്ലം വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തൂടെയുള്ള യാത്ര ഞാണിന്മേൽ കളിയാണ്. പ്രഖ്യാപനങ്ങൾ പലതുണ്ടായിട്ടും മേൽപ്പാല നവീകരണം എങ്ങും എത്തിയില്ല. പാലത്തിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരുപാട് കടമ്പകളുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ഇടമൺ റീച്ചിലെ വാളക്കോട് റെയിൽവേ മേൽപ്പാലമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയൂ. ഇതുമൂലം മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. തമിഴ്നാട്ടിൽ നിന്നും അമിത ഭാരവുമായി എത്തുന്ന നൂറുകണക്കിന് വലിയ ലോറികളാണ് പാലത്തിലൂടെ കടന്നു പോകുന്നത്. കൈവരികൾ കാടുപിടിച്ച് തുരുമ്പെടുത്ത് തകർന്നു. സ്കൂൾ സമയങ്ങളിൽ കൈവരിയില്ലാത്ത പാലത്തിലൂടെ വിദ്യാർത്ഥികൾ സാഹസികമായാണ് യാത്ര ചെയ്യുന്നത്. ബ്രോഡ് ഗേജ് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതുവരെ വാളക്കോട് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പണികളും നടന്നിട്ടില്ല. ഇന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരുൾപ്പെടെ വാളക്കോട്ട് NSC സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഇടുങ്ങിയ പാലത്തിലൂടെ വളരെ അപകടരഹിതമായ രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാളക്കോട്ടെ പാലം വളരെ വർഷങ്ങളായി ഇടുങ്ങിയ രീതിയിലാണ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ MLA പല പ്രാവശ്യം പറഞ്ഞു ഈ ഫണ്ട് റെഡിയായി എന്ന് പറയുന്നു. പക്ഷേ വാഗ്ദാനങ്ങളല്ലാതെ ഇതുവരെ ആ പണിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. കൊല്ലം ചെങ്കോട്ട ബ്രോഡ് ഗേജ് നവീകരണ സമയത്ത് റെയിൽവേ 14 മീറ്റർ വീതിയിൽ പാലത്തിനടിയിലൂടെ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഈ സ്ഥലവും അപ്രോച്ച് റോഡിന് അനുബന്ധ സ്ഥലവും ഏറ്റെടുത്ത് പാലം പുനർനിർമ്മിക്കാൻ കഴിയാത്തതാണ് നവീകരണം അനന്തമായി നീളാൻ കാരണം. ശബരിമല സീസണിലാണ് ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം. നവീകരണത്തിന് തുക അനുവദിക്കുന്നതിനായി MLAയുടെ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് എക്സലൻസ് സെന്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി റവന്യൂ വകുപ്പ്. കഴക്കൂട്ടം മേനംകുളത്തെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ കായിക വകുപ്പ് ഡയറക്ടർ തിരുവനന്തപുരം കളക്ടർക്ക് പരാതി നൽകി. കായിക മേഖലയ്ക്ക് വലിയ നേട്ടമാകുന്ന GV രാജ സ്പോർട്സ് എക്സലൻസ് സെന്റർ പദ്ധതിക്കാണ് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. രേഖകൾ ഹാജരാക്കാതെ നിർമ്മാണം നടത്തിയാൽ സ്പോർട്സ് ഡയറക്ടർക്കെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നാണ് താക്കീത്. സർക്കാരിൽ നിന്ന് അനുമതി പത്രമോ ഉത്തരവോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മേനംകുളം വില്ലേജ് ഓഫീസിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. കായിക വകുപ്പിന്റെ പേരിലല്ല ഭൂമിയെന്നും ആസ്പിരിൻ പ്ലാന്റിന്റെ പേരിലാണ് ഭൂമിയുടെ രേഖകൾ എന്നും വില്ലേജ് ഓഫീസർ ബീന പറഞ്ഞു. സിഡ്കോയുടെ പേരിലാണ് ഭൂമിയെന്നാണ് സ്പോർട്സ് വകുപ്പ് ആദ്യം വില്ലേജ് ഓഫീസറെ അറിയിച്ചത്. സർക്കാർ ഉത്തരവിലൂടെ അത് കായിക വകുപ്പിനെ കൈമാറി. മെമ്മോ കൊടുത്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും കായിക വകുപ്പ് രേഖകൾ ഒന്നും ഹാജരാക്കിയിട്ടില്ല. നാളിതുവരെയായി 28 ഏക്കർ ഭൂമിക്ക് കരവും അടച്ചിട്ടില്ല എന്ന് വില്ലേജ് ഓഫീസർ ആരോപിക്കുന്നു. ഗെയിംസ് വില്ലേജ് പ്രവർത്തിച്ചിരുന്ന 28 ഏക്കറിൽ 18 ഏക്കർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സ്പോർട്സ് സെന്ററിന് അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായത്. 2019 മാർച്ച് 16 പദ്ധതിക്ക് 56.185 കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കല്ലിടുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നാച്ചുറൽ ഫുട്ബോൾ ഗ്രൗണ്ട്, അത്ലറ്റിക് ട്രാക്ക്, സിന്തറ്റിക് ഹോക്കി ഗ്രൗണ്ട്, ഇൻഡോർ സ്റ്റേഡിയം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ, കോച്ചുകൾക്കും ഒഫീഷ്യൽസിനുമുള്ള ക്വാർട്ടേഴ്സ്, ശുചിമുറി ബ്ലോക്ക് എന്നിവയാണ് പദ്ധതിയിലുള്ളത്. ന്യൂസ് 18 കഴക്കൂട്ടം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.